മലയാളത്തിലെ മഹാപ്രതിഭയായ നടനാണ് തിലകൻ. അതെ. ഈ തിലകൻ്റെ മകൾ സോണിയ തിലകൻ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവരെ റൂമിലേക്ക് വിളിച്ചു. സോണിയ തിലകനെയും റൂമിലേക്ക് വിളിച്ചു. ഹേമ റിപ്പോർട്ടിൽ വന്ന കുറേ സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിൽ ഒന്നായിട്ട് റിപ്പോർട്ടിലല്ല അവരെല്ലാം പറഞ്ഞാണ്. അവർ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിരിക്കുന്നു. എന്നെയും ഒരു സഹോദര തുല്യനായി കണ്ട നടൻ, മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ എന്നെ റൂമിലേക്ക് വിളിച്ചു എന്ന്. ഇത്രയും വലിയ ലൈംഗിക ദാരിദ്ര്യം ഇവർ അനുഭവപ്പെടുന്നുണ്ടോ, നേരിടുന്നുണ്ടോ? തിലകൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയുടെ മകളെ പോലും വെറുതെ വിടാൻ ഇവർ തയ്യാറല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. സീനിയറായിട്ടുള്ള സഹപ്രവർത്തകന്റെ മകളാണ്, അല്ലെങ്കിൽ എല്ലാവരും ബഹുമാനിക്കുന്ന നടൻ. അച്ഛനായും അമ്മാവനായും ഒക്കെ അഭിനയിച്ചിട്ടുള്ള, മിക്കവാറും അച്ഛനായിട്ടോ മിക്കവാറും അദ്ദേഹം അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാറുകളിലും അല്ലെങ്കിൽ ഏത് നടന്റെ കൂടെ ആയാലും വളരെ ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്ത അദ്ദേഹത്തിന് തിലകനോട് ഉടക്കിയ നടനാണ്. തിലകനോട് ഉടക്കിയ നടനാണ് മകളെ സോണിയെ വിളിച്ചിട്ട് അച്ഛനോടുള്ള എനിക്ക് ദേഷ്യമില്ല, അച്ഛനോട് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച് പോകവേ ഒരു രാത്രിയിൽ എനിക്ക് നേരിട്ട് കാണണം, റൂമിലേക്ക് വരാമോ എന്ന് ചോദിച്ച് വിളിച്ചു. അത് ശരി. ഈ ഉടക്കി നിൽക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. തിലകനുമായി പ്രശ്നമുള്ള സമയത്ത്. തിലകനുമായി പ്രശ്നമുള്ള കുറച്ച് നടന്മാരെ നമുക്കറിയാം. ഇതിൽ ആരാണ് ഈ കക്ഷി എന്നുള്ളതാണ്. അപ്പോൾ അവർ പേര് പറയുന്നില്ല, പേര് പറയാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ മാധ്യമങ്ങൾ ആവർത്തിച്ച് സോണിയോട് ചോദിച്ചു. അദ്ദേഹത്തിന് സോണിയ അല്ലാതെ സോഫിയ എന്ന് പറഞ്ഞ് മകളുണ്ട്. മൊത്തം 6 മക്കളാണ് അവർ. 2 ഭാര്യമാരിലായി തിലകൻ 6 മക്കളുണ്ട്. അപ്പോൾ ഇതിലെ സോണിയ പിന്നീട് ഈ സീരിയലിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. സോണിയ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഷമ്മി തിലകൻ എന്ന് പറയുന്നത് തിലകൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ്. ഇത് 2ാമത്തെ ഭാര്യയിലെ മക്കളാണ് ഈ സോണിയയും സോഫിയയും ഒക്കെ. അപ്പോൾ ഇവരാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ മുറിയിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത്. അതേ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ സംഘടന എന്ന് പറയുന്നത് തിലകനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒത്തുകൂടിയ ഒരു ഗൂഢാലോചന കമ്മിറ്റിയാണ് എന്നാണ്. അതിൽ നിന്നാണ് അമ്മ ഉണ്ടായതെന്ന്. അല്ല, അമ്മ അതിനു മുമ്പേ ഉണ്ടായല്ലോ. വർഷങ്ങളായി തിലകനുമായി പ്രശ്നമുണ്ടെന്ന് ഇവിടുത്തെ നടന്മാർക്ക് അവർ പറയുന്ന ചരിത്രം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. അത് ഈ 2010, 2010-ലും 2008-ലും ഒന്നും ഉണ്ടായ വിഷയങ്ങളല്ല, പണ്ട് തൊട്ടേ ഉള്ള വിഷയങ്ങൾ അവർ പറയുന്നുണ്ട്. വലിയ വലിയ കഥകളാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സിനിമാ മേഖലയിൽ നിന്നും എനിക്കും ദുരനുഭവം ഉണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയാൻ തയ്യാറാകുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പിരിച്ചുവിടണം എന്ന് പറയുന്നുണ്ട്. അമ്മ സംഘടനയെ പിരിച്ചുവിടണം. ഹിഡൻ അജണ്ട വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് അവരുടെ വാക്ക്. സംഘടനയെ പിരിച്ചുവിടണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, അവരുടെ വാക്കാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞതല്ല. ജോലേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അമ്മയെ സംഘടനയെ പറഞ്ഞത് ഇപ്പം തന്നെ സിദ്ധിക്ക് ശ്യാം അവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളിതാ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇതെല്ലാം നടക്കൂ. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീടുള്ള മെസ്സേജുകളിൽ അപമര്യാദയായി പെരുമാറി. അച്ഛനോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാണ് സംസാരിച്ച് തുടങ്ങിയത്. ഇങ്ങനെയാണ് ഈ നടൻ്റെ കാര്യത്തിൽ പോയിരിക്കുന്നത്. ഒരു കാര്യം നേരിട്ട് സംസാരിക്കാനുണ്ട്, കാണണമെന്ന് ആവശ്യപ്പെട്ടു. മോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പ്രധാന നടനാണ് മോശമായി പെരുമാറിയത്. ആരാണ് ഈ പ്രധാന നടൻ? പല പേരുകളും ഇങ്ങനെ എന്താ പറയുക, മിന്നി മറയുകയാണ്. ഇദ്ദേഹത്തോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിലെ കാര്യം വെച്ചിട്ടാണ് മകളോട് സംസാരിക്കുകയും അവരെ മുറിയിലേക്ക് വിളിക്കുകയും ചെയ്തത്. അതായത് ഇത് പറയുന്നതൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലെ നടിമാരെ മാത്രമല്ല, ഇവർ പുറത്തും ചൂണ്ടയെറിയുന്നുണ്ട്, വെളിയിലേക്കും ചൂണ്ട. അതൊരു വിശാലമായ ഒരു കടൽ പോലെയാണ് ഈ സമൂഹത്തെ, സ്ത്രീ സമൂഹത്തെ ഇവർ കാണുന്നത് എന്ന് കരുതേണ്ടി വരും. ആ രീതിയിലൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ വലിയ കുഴപ്പങ്ങളാണെന്നേ. സർവത്ര പ്രശ്നം. പോക്സോ കേസ് വരെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവരിൽ അതിൻ്റെ എല്ലാ തെളിവുണ്ട്. എല്ലാ തെളിവും വെച്ചിട്ടാണ് അവർ ഈ റിപ്പോർട്ട് എടുത്തുകൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ അവർ ഇത് കൊടുത്തിട്ടില്ല. ഏതാ ഈ മെസ്സേജും ഓഡിയോയും ഒന്നും കൊടുത്തില്ല. ഹേമ കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമയ്ക്ക് കുറച്ച് നിലവാരമുള്ള ആളാണ്. ജസ്റ്റിസ് ഹേമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റിസ് ഹേമ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ റിപ്പോർട്ട് പുറത്തു വിടണം,
എൻ്റെ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ടില്ല, പൂഴ്ത്തി വെക്കണം എന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ടും ഹേമ പറഞ്ഞിട്ടില്ല. ഹേമ അതിൽ കുറച്ച് സ്വകാര്യതയുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് അവരുടെ കാര്യങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ സ്വകാര്യതയെ ഹനിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ ഈ റിപ്പോർട്ടിൽ കൊടുത്ത സർക്കാരിന് 2019 ഡിസംബർ 31 ഇത് കൈമാറുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സ്വകാര്യതയെ മാനിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്ന്. അതിനുശേഷം ഇത് പോലീസ് ആസ്ഥാനത്തായിരുന്നല്ലോ. പോലീസ് ആസ്ഥാനത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് അടുത്ത് ഈ മാറ്റുകയായിരുന്നു. അവിടെ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ പോലീസ് ഇത് വായിച്ചു. പോലീസ് ഇത് മൊത്തം കുത്തിരുന്ന് വായിച്ചതിന് ശേഷമാണ് പോലീസ് ഇത് പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഇതിൽ FIR ഇടേണ്ടി വരുമോ, നാളെ എപ്പോഴെങ്കിലും ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ FIR ഇടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ പിന്നെ DGP ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇത് വെച്ച് നോക്കിച്ചു. നിയമോപദേശം തേടി, രഹസ്യമായി നിയമോപദേശം തേടിയ ശേഷം അപ്പോൾ ഇതിനകത്ത് FIR ഇടേണ്ടി വരത്തില്ല എന്നുള്ള മറുപടി കിട്ടി. എന്നിട്ട് ഇത് രഹസ്യ കേന്ദ്രത്തിലേക്ക് കിട്ടിയ നിയമോപദേശം വരെ എടുത്ത് രഹസ്യ കേന്ദ്രത്തിൽ മാറ്റി, ആർക്കും അറിയാത്ത രീതിയിൽ അങ്ങനെയൊക്കെ മാറ്റി വെച്ച് കളഞ്ഞു. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഹേമ ഇതെടുത്ത് കൊണ്ടുപോയി ഈ പറയുന്ന കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഓഡിയോ ക്ലിപ്പിങ്ങും ഈ വീഡിയോ ഇതും, അതായത് മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ടും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ സർക്കാർ ഇത് വെച്ച് ഈ നടന്മാരെ ഭീഷണിപ്പെടുത്തും. ഇവിടുത്തെ ഒരൊറ്റ നടൻ പിന്നീട് ഇവിടെ ഇനി എന്ത് സാമൂഹിക അപരാധം നടക്കുന്ന കാര്യം സംഭവിച്ചാലും ഇവിടുത്തെ ഒരു നടനും പ്രതികരിക്കാതാവും. കാര്യം ഇവന്മാരുടെ ഈ നടന്മാരുടെ അവർമാരെന്ന് പറഞ്ഞു ക്ഷമിക്കണം, അവരുടെ ഈ സംഭവം സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? മിണ്ടാൻ പറ്റില്ലല്ലോ, വാതുറക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഈ പല പേര് അവർക്ക് ഇത് നന്നായി അറിയാന്നേ. അവരെന്ത് ചെയ്യുന്നു, ഇപ്പോഴെങ്ങും എടുത്ത് ഉപയോഗിക്കാൻ നിൽക്കത്തില്ല. അത് മാത്രമല്ല, അവർക്കെതിരെ നിരന്തരം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വരിക. അത് എങ്ങനെ പരിഹരിക്കണമെന്നറിയാം. ലൈംഗിക ആരോപണം വന്നാലും രാഷ്ട്രീയക്കാരതിനെ നേരിടും. അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരിതെങ്ങാണ് വലിയ നമ്മൾ കേരളം കണ്ട വലിയ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട നേതാക്കന്മാരെ ഭയങ്കര ആവേശത്തോടെ സ്വീകരിച്ച് കണ്ടതല്ലേ, മാലയിട്ടൊക്കെ സ്വീകരിച്ച്. അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ ഒട്ടനവധി ലൈംഗിക ആരോപണം നേരിട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്നിപ്പോൾ ഈ സംഭവത്തോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? എന്നോട് ആരും ഒരു നടിയുമെന്ന് പരാതി പറയില്ല. എന്നോട് പരാതി പറഞ്ഞാൽ ഞാൻ എടുത്ത് ഈ വിഷയം പുറത്തിടുമെന്ന് അവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അതിന് ഇടപെടും, അപ്പം തന്നെ ആക്ഷൻ എടുക്കും. അതുകൊണ്ടാണ് എന്നെ പലപ്പോഴും സിനിമയിൽ നിന്ന് നല്ല വേഷങ്ങൾ എനിക്ക് കിട്ടാത്തതെന്ന് ഇദ്ദേഹത്തോട് പോയി പരാതി പറയാൻ. ഈ നടിമാർ ഇദ്ദേഹത്തോട് ചെന്ന് പരാതി പറയണം. പരാതി പറഞ്ഞിട്ട് ഇദ്ദേഹം അത് കേൾക്കണം. എന്നിട്ട് ഇദ്ദേഹം ഇടപെടണം. എന്നിട്ട് വേണം ഇതിന് ബാക്കി കാര്യം പറയുന്നില്ല, പോട്ടെ, അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിയട്ടെ. അവിടെ ഈ സ്വന്തം യൂട്യൂബ് ചാനലിനകത്ത് വരുന്നത് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അത് അവിടെ കാണാനും അത് സ്വന്തം യൂട്യൂബ് ചാനലില്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ടില്ലെന്നല്ലോ. അദ്ദേഹം പൈസ മുടക്കി വെച്ചിരിക്കുന്ന, അദ്ദേഹം ക്യാഷ് ഇറക്കുന്ന ചാനലുണ്ട്. അദ്ദേഹം ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല, വാട്സപ്പ് ഉപയോഗിക്കില്ല, ഫോൺ ഉപയോഗിക്കത്തില്ലായിരിക്കും, പത്രം വായിക്കില്ല. അല്ല, പാരലൽ വേൾഡിലാന്ന് തോന്നുന്നല്ലേ, അറിയുന്നുണ്ട്, മറ്റൊരു ലോകത്താണ്. ഇന്നത് കണ്ടപ്പോൾ ഉള്ള പ്രതികരണം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ചേടാ, ഒരു മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റുന്നത്? അതുപോലെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ ഇതിനെ നേരിടും. പക്ഷേ സിനിമാക്കാർക്ക് അവർക്ക് ഇത് ബാധിക്കും. പലരും എനിക്ക് തോന്നുന്നു അന്താളിപ്പിലാന്ന് തോന്നുന്നു, പേടിച്ച് ഇനി ആർക്കെങ്കിലും പനി വല്ലതും പിടിക്കുമെന്ന് എൻ്റെ പേടി. ഭയപ്പെട്ട് പനിയെങ്ങാനും പിടിച്ചു പോകുമോ? ഇതിപ്പോൾ പേടിക്കത്തില്ലേ? കാരണം എന്താ അറിയാമോ, രാഷ്ട്രീയക്കാർ ഇതിനെ നേരിട്ട് പോകാൻ പറ്റും. ഇവരുടെ നേരെ ഒരു ആരോപണം വരികയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ആരോപണം വരികയാണെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഈ താര പരിവേഷം ഉണ്ടല്ലോ, അത് ഇടിഞ്ഞ് താഴെ വീഴും. അത് ഇടിഞ്ഞ് മൂക്കുത്തും, നിലം പതിക്കും. ദിലീപിന്റെ പടം എന്തുകൊണ്ടാണ് ഇപ്പം വിജയിക്കാത്ത? കൂടുതൽ പടങ്ങളും വിജയിക്കുന്നില്ലല്ലോ ദിലീപിന്റെ. ദിലീപ് ആ ഒരു ആരോപണം നേരിട്ട ശേഷം ഇവിടുത്തെ സ്ത്രീ സമൂഹം, അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെന്ന് പറയുന്ന ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. കുടുംബ പ്രേക്ഷകരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിലെ ശരിയും തെറ്റും എന്താണെന്നുള്ളത് ഇനി കുറെ കാലത്തിന് ശേഷം കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ല. മാത്രമല്ല, ആ വിഷയത്തിൽ മറ്റൊരു ചർച്ച നമ്മൾ നടത്തണമെന്ന് ഇന്ന് ധനുഷ് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യത്തിൽ ആ പടർന്ന് പന്തലിച്ച് നിന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു വലിയ നടൻ നിമിഷ നേരം കൊണ്ട് തറയിൽ ഇടിഞ്ഞ് വീണു. ദിലീപിന്റെ അനുഭവം ഇവിടുത്തെ എല്ലാ നടന്മാർക്കും അറിയാം. അത് ഭയന്നാണ് ഇവരിപ്പോൾ ഇരിക്കുന്നത്. ഇവർ പേടിച്ചിരിക്കുകയാണ്. നല്ല വരണ്ടിട്ടുണ്ട്. ഏതെങ്കിലും നടൻ പ്രതികരിക്കുന്നുണ്ടോ? ഇതൊക്കെ തട്ടിപ്പാണ്, ഇല്ല, കള്ളമാണ്, ഇങ്ങനെയൊന്നും ഒന്നും എനിക്കറിയില്ല, ഇതൊന്നും പറയുന്നില്ല. അങ്ങനെ പ്രതികരിക്കാൻ വന്നത് അവരുടെ പേരും അതിനകത്തുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ കേട്ടതിലും ഞാൻ അറിഞ്ഞതിലും കേട്ടതിലും നമ്മൾ കുറച്ച് വിവരങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വരുമല്ലോ, കറങ്ങി തിരിഞ്ഞ്. ഇത് ഒളിച്ചു വെച്ചാലും പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതിഞ്ഞ് പുറത്ത് ചാടും.
അത് ഈ വായിച്ചിട്ടുള്ളവരുണ്ടല്ലോ, ഇത് മാറ്റിവെച്ച്, അതായത് ഭാഗങ്ങൾ മാറ്റിവെക്കാൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് മാറ്റിവെക്കാൻ പറ്റും. ഇത് വായിച്ച ശേഷമല്ല മാറ്റിവെക്കാൻ പറ്റും. അത് ഇത് കോടതി വായിച്ചില്ലേ, കോടതിയിൽ ഇത് നോക്കിയില്ലേ, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളും ഇത് വായിച്ചില്ലേ. ഇത് എങ്ങനെയായാലും ഓരോ സൈഡിൽ നിന്നൊക്കെ ഇത് പുറത്ത് ചാടുമല്ലോ. ഇതിലെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജയസൂര്യയാണ്. നടൻ ജയസൂര്യയുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല. എവിടെയും ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയില്ല എന്നുള്ള, ഒരു മനുഷ്യനും ആ വ്യക്തിയെ കുറിച്ച് ഒരു പരാതിയുമില്ല. പിന്നെ സത്യത്തിൽ അദ്ദേഹത്തിനെയാണ് ഇവരെല്ലാവരും കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അദ്ദേഹം ഈ പൊതുവിഷയങ്ങളെല്ലാം പോയി ഇടപെട്ടുകളയും. എല്ലാ വിഷയത്തിലും പോയി ഇടപെട്ടുകളയും. പണ്ട് ഞാനിവിടെ ഈ ചിക്കനിൽ ഉണ്ടാകുന്ന ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ ആന്റിബയോട്ടിക് എത്തുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ അത് വളരെ കുറച്ച് പേരെ കണ്ടത്, 1,00,000 പേരെ കണ്ടെന്ന് തോന്നുന്നു. 1,00,000 പേര് കണ്ട വാർത്ത പെട്ടെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് 10 ലക്ഷം കഴിഞ്ഞു, 1 മില്യൺ ഒക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. സംഭവം ഇദ്ദേഹം ഇതെടുത്ത് ഷെയർ ചെയ്തു. ഇദ്ദേഹം ഈ വാർത്ത എടുത്ത് ഷെയർ ചെയ്തു. അതുപോലെ ഈ തൃപ്പൂണിത്തറയിൽ ഒരു അറിയാമോ, റോഡിൽ കുഴിയടക്കാൻ ഒരു രാത്രിയിൽ ഇദ്ദേഹം ഇറങ്ങി തിരിച്ചപ്പോൾ കുറച്ച് ചെറുപ്പക്കാരും ഒത്തുകൂടി. സർക്കാരിന് വലിയ നാണക്കേട് തോന്നിയിട്ട് സർക്കാർ ഇദ്ദേഹത്തിനെ അടക്കം ചെറുപ്പക്കാർക്കെതിരെ എല്ലാം കേസെടുത്ത് കളഞ്ഞു. കേസെടുത്ത് അത് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി. അത് പിണറായി സർക്കാർ ആയിരുന്നില്ലെന്ന് തോന്നുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് അതിന്റെ ഓർമ്മ. പിണറായി സർക്കാരാണല്ലോ. കഴിഞ്ഞ സർക്കാർ ആ കന്നം തിരിവിൽ ഇതുണ്ട്. അങ്ങനെ നമുക്ക് എന്തായാലും തിലകന്റെ മകളെ വരെ വിളിച്ചു വരുത്താൻ അത് സ്വന്തം സുഹൃത്ത്, അദ്ദേഹം അവർ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരുന്ന ആള് അച്ഛനോട് തെറ്റിപ്പിരിഞ്ഞ ശേഷം എന്നെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ആൾ പറഞ്ഞു ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു റൂമിലേക്ക് വരാൻ. ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറ്റത്തരമാണ്. ഇത് കേസിന് മാത്രം പോരാ, ഇതിന് ചന്തിക്ക് അടിയുടെ കുറവുണ്ട്. ശരി.